എല്ലാവർക്കും കൗമുദി ഫിലിം റിവ്യൂവിലേക്ക് സ്വാഗതം. വി.കെ. പ്രകാശ് ഇന്നോളം ചെയ്തതിൽ വെച്ച് കഥാപരമായും സാങ്കേതികപരമായും വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു ചിത്രമാണ് പ്രാണ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ 4 ഭാഷകളിലായി ചിത്രീകരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ കാൻ ചിത്രമേളയിലടക്കം പ്രദർശിപ്പിക്കുകയും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ കഥാപാത്രം മാത്രമേ ഉള്ളൂ എന്നതാണ് പ്രാണയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ തന്നെ ചിത്രം ഒരു ഏകാംഗ നാടകമായി അനുഭവപ്പെടരുത് എന്ന വെല്ലുവിളിയാണ് സംവിധായകന് മുന്നിൽ പ്രധാനമായും ഉള്ളത്. ഈ വെല്ലുവിളിയെ ചിത്രം അനായാസം മറികടക്കുന്നുവെന്ന് മാത്രമല്ല, മറ്റു കഥാപാത്രങ്ങളില്ലെന്ന തോന്നൽ ഒരിക്കൽ പോലും പ്രേക്ഷകരിൽ ഉണ്ടാകുന്നുമില്ല. ദക്ഷിണേന്ത്യൻ സിനിമകളിൽ ഭാഷാഭേദമന്യേ സ്ഥിര സാന്നിധ്യമാണ് നിത്യ മേനോൻ. വിവിധ ഭാഷകളിലായി പുറത്തിറങ്ങിയ പ്രാണയിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വി.കെ. പ്രകാശ് നിത്യയെ തിരഞ്ഞെടുത്തതിൽ തെല്ലും അത്ഭുതമില്ല. 2 മണിക്കൂർ പ്രേക്ഷകനെ മറ്റ് അഭിനേതാക്കൾ ഒന്നുമില്ലാതെ തിയേറ്ററിൽ പിടിച്ചിരുത്തുക എന്നത് അത്ര ചെറിയ കാര്യമല്ല. പക്ഷേ ആ ജോലി ഭംഗിയായി തന്നെ നിത്യ നിർവഹിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഡയലോഗ് ഡെലിവറി അല്പം കല്ലുകടിയായി അനുഭവപ്പെടാമെങ്കിലും ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിയായാണ് നിത്യ അഭിനയിച്ചിരിക്കുന്നത് എന്നതിനാൽ അതത്ര കാര്യമാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. പ്രേക്ഷകനോട് കഥാപാത്രം നേരിട്ട് സംസാരിക്കുന്ന ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്ന രീതി പലയിടങ്ങളിലായി സംവിധായകൻ അവലംബിച്ചിട്ടുണ്ട് എന്നതും മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു പുതുമയാണ്. സിങ്ക് സൗണ്ട് എന്ന സംവിധാനം മലയാള സിനിമയിൽ അടുത്ത കാലത്തായി ഒരുപാട് വിജയകരമായി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സിങ്ക് സൗണ്ട് സംവിധാനം ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായാണ് ഈ സിനിമയിലൂടെ കൈകാര്യം ചെയ്യുന്നത്. പശ്ചാത്തലത്തിലുള്ള ശബ്ദങ്ങളെയും ലൈവായി ലൊക്കേഷനിൽ നിന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കുന്ന രീതി അവലംബിച്ചിരിക്കുന്നത് മലയാളികളുടെ അഭിമാനമായ ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയുടെ നേതൃത്വത്തിലാണ്. ചിത്രത്തിന്റെ ആദ്യ പകുതിയിലെ ത്രില്ലർ സ്വഭാവം അനുഭവയോഗ്യമാക്കുന്നതിൽ ശബ്ദവിഭാഗം കൈവരിച്ചിരിക്കുന്ന പങ്ക് വിസ്മരിക്കാനാവുന്നതല്ല. എന്നാൽ ചിത്രം രണ്ടാം പകുതിയോടുകൂടി ഒരു നോൺ ലീനിയർ രീതി പിന്തുടരുന്നതോടെ ഇതിന്റെ പ്രസക്തി തെല്ലെന്ന് കുറയുന്നു. മണിരത്നം സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായ ഒരുപാട് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഛായാഗ്രഹൻ പി. സി. ശ്രീറാം നീണ്ട 34 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് പ്രാണയിലൂടെ. അരുൺ വിജയാണ് പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. പശ്ചാത്തല സംഗീതം മനോഹരമായി വന്നിട്ടുണ്ടെങ്കിലും ചിത്രത്തിന്റെ ത്രില്ലർ സാധ്യതകളെ ഒന്നുകൂടി ഉപയോഗപ്പെടുത്താമായിരുന്നു. രാജേഷ് ജയരാജൻ കഥയും തിരക്കഥയും ഒരുക്കിയ ചിത്രത്തിൽ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്തരമൊരു പരീക്ഷണ ചിത്രം പുറത്തു വരുമ്പോൾ ആ കഥ തട്ടുപൊളിപ്പൻ മസാലകളും അതിമാനുഷികന്മാരായ ആണത്ത ആഘോഷങ്ങളുമൊന്നുമില്ലാതെ സ്ത്രീ കേന്ദ്രീകൃതമായി പറയാൻ കാണിച്ച ചങ്കൂറ്റത്തിന് അണിയറ പ്രവർത്തകർ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. അതിനാൽ തന്നെ വഴിമാറി നടക്കുന്ന പുതിയ ചിന്തകളെ എക്കാലത്തും സ്വീകരിക്കുന്ന ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ധൈര്യമായി കയറി കാണാവുന്ന ചിത്രമാണ് പ്രാണ.